മഴവിൽ എന്റർടൈൻമെന്റ് അവാർഡ്സ് 2025 ടിക്കറ്റുകൾക്കായി സന്ദർശിക്കൂ QKerala.com. അതെ, അച്ഛൻ ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് പറയും? നേർച്ചയ്ക്ക് പോയി എന്ന് പറഞ്ഞാലോ? നേർച്ചയ്ക്ക് പോയി എന്ന് പറയണ്ട, നേർച്ചയ്ക്ക് പോയി എന്ന് പറഞ്ഞു. ഏത് നേർച്ച, എന്ത് നേർച്ച എന്നൊക്കെ ചോദിക്കില്ലേ? എന്നാ ഞാൻ ഒരു സൂത്രം പറയട്ടെ. സിനിമക്ക് പോയി എന്ന് തന്നെ പറയാം, എനിക്ക് വേറെ പറയാൻ കിട്ടൂല. ഒരു കുത്തു വെച്ചിട്ട് ഞാൻ ഒരു കാര്യം ചെയ്യാം, നമുക്കത് തന്നെ പറയാം. രക്ഷിതാക്കളോടൊന്നും നുണ പറയാൻ പാടില്ല എന്നല്ലേ? എനിക്കും കഴിയൂല അതിന്. വാ. പോയിരുന്നു ഞങ്ങള് ഒരു സിനിമയ്ക്ക് പോയതാണ് അച്ഛാ. സിനിമക്കാ? അതെ. ഏത് സിനിമക്ക്? ത്രിവേണി. ത്രിവേണി എന്നുള്ള സിനിമ. ശാരദ, നസീറും സത്യനും ഒക്കെ ഉണ്ട്. നല്ല സിനിമയാണ്. നമുക്കൊന്ന് പോയാലോ? അല്ല, ജോലി എന്തെങ്കിലും ആയാ? എന്താ ഞാൻ പോട്ടെ. അല്ല, നിക്ക് എന്ത് ചോദ്യ രാഘവട്ട ഇത്? പഠിക്കുന്ന സമയത്ത് എല്ലാവരും ചോദിക്കുന്നു പഠിപ്പ് കഴിഞ്ഞില്ലേ പഠിപ്പ് കഴിഞ്ഞില്ലേ. ഇത് പഠിപ്പിപ്പോ കഴിഞ്ഞല്ലേ ഉള്ളൂ. ഇതൊരു ജോലി കിട്ടട്ടെ, ജോലി കിട്ടുമ്പോ പറയാം. എന്നാ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് നോക്കി പോണേ. സംഗമം അവസ്ഥ. സൂതി മേഡം, ഒരു സംശയം. ഈ സത്യം സാറേ, സംശയങ്ങളൊക്കെ സുഗന്ധി മേഡത്തോടാണല്ലോ, എന്നോടൊന്നും ചോദിക്കുന്നില്ല. എന്റെ മൊയ്തു സാറേ, വില്ലേജ് ഓഫീസിൽ എനിക്ക് മുമ്പ് ജോലി കിട്ടിയത് സുഗന്ധി മേഡത്തിനല്ലേ, അതുകൊണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ. പക്ഷേ സുഗന്ധി മേഡത്തെക്കാളും എക്സ്പീരിയൻസ് ഉള്ള ആള് ഞാനാണ്. അതുകൊണ്ട് കാര്യമില്ലല്ലോ. മൊയ്തു സാറിന് ഇവിടുത്തെ ഒരു കാര്യം അറിയില്ലല്ലോ. ചില കാര്യങ്ങളൊക്കെ ഞാൻ അറിയുന്നുണ്ട്. നടക്കട്ടെ. ഒന്ന് പോ മൊയ്തു സാറേ. സുഗന്ധി മേഡം. അല്ല സത്യം സാറേ, കല്യാണക്കാരിയൊക്കെ എന്തായി? അല്ലെങ്കിലും കല്യാണക്കാരെ ചോദിക്കുമ്പോ സത്യശീലൻ വല്ലാണ്ട് ഒഴിഞ്ഞു മാറുന്നുണ്ട്. അതെന്തിനാ? എന്റെ മൊയ്തു സാറേ, പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എല്ലാവരും ചോദിച്ചുകൊണ്ടിരുന്നു പഠിത്തം എന്തായി. ഇപ്പൊ പഠിത്തം കഴിഞ്ഞു, പിന്നെ ആളുകളുടെ ചോദ്യം എന്താ? ജോലി എന്തായി. ജോലി ഒന്നും കിട്ടുന്നില്ലല്ലോ. ഇപ്പൊ ജോലി കിട്ടി. വീണ്ടും ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ്, ഇപ്പൊ പഠിത്തവും കഴിഞ്ഞു, ജോലിയും കിട്ടി, ഇനിയിപ്പോ കല്യാണം എന്തായി. ഈ ആളുകളുടെ ചോദ്യങ്ങൾ കേട്ട് ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ മടുത്തുപോയി പോലും സാറേ. അല്ല, ഒരു ചോദിക്കുന്നത് സ്വാഭാവികമല്ലേ? എന്നും ഇങ്ങനെ ഒറ്റാൻ തടിയായിട്ട് ജീവിച്ചാൽ മതി? ഒരു കല്യാണമൊക്കെ കഴിക്കണ്ടേ? കഴിക്കണം, പക്ഷെ നടക്കണ്ടേ? സത്യം സാറേ, കഴിഞ്ഞ ആഴ്ച പെണ്ണ് കാണാൻ പോയിട്ട് എന്തായി? പറയും പോലെ അതെന്തായി? അതൊന്നും നടക്കില്ല മൊയ്തു സാറേ. അതെന്തായി നടക്കൂല എന്ന് പറയണ? നിങ്ങൾ വില്ലേജ് ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരാളല്ലേ, നിങ്ങൾക്ക് എന്താ ഒരു പെണ്ണ് കിട്ടാത്തത്? ഇങ്ങോട്ട് നോക്കി, ഞാനൊക്കെ ഒരൊറ്റ പെണ്ണ് കാണാനേ പോയിട്ടുള്ളൂ. ആ പെണ്ണാണ് എൻ്റെ ജീവിത സഖി. അത് നിങ്ങളുടെ ഭാഗ്യം. അങ്ങനെ പറഞ്ഞ് തള്ളണം നിൽക്കണ്ട. നിങ്ങൾ പെണ്ണ് കാണാൻ പോണം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സൂര്യ സർ. ആഹാ, എല്ലാവരും നേരത്തെ എത്തിയല്ലോ. ഞാൻ അറിയാൻ വേനായിട്ട് ചോദിക്കാം, നിങ്ങൾക്കൊന്നും വേറെ ജോലിയില്ലേ? സത്യശീല, കഴിഞ്ഞ ആഴ്ച ഒരു പെണ്ണ് കാണാൻ പോയല്ലോ, അതെന്തായി? എന്റെ സുവരൻ സാറേ, ദയവ് ചെയ്ത് എന്നോട് അത്തരം കാര്യങ്ങളൊന്നും ചോദിക്കരുത്. ആവുമ്പോ ഞാൻ പറഞ്ഞേക്കാം. അല്ല, എന്റെ അറിവിലൊരു കുട്ടിയുണ്ട്, നമുക്കൊന്ന് പോയി അന്വേഷിച്ചാലോ? വേണ്ട. സുഗതൻ സാർ പറയുന്നത് കേൾക്കൂ. ഇതങ്ങനത്തെ കുട്ടിയൊന്നല്ല, ഞാൻ അറിയുന്ന കുട്ടിയാണ്. നാട്ടിലുള്ള എൻ്റെ ഒരു സുഹൃത്തിന്റെ ചെറിയച്ഛന്റെ മകളാ. ഇവിടുത്തെ സുന്ദരി, വിദ്യാഭ്യാസമുണ്ട്. പിന്നെ ചെറുക്കന് വില്ലേജ് ഓഫീസിലാ ജോലി എന്ന് പറഞ്ഞപ്പോ പെണ്ണിന് താല്പര്യം. ആണോ? എങ്കിൽ നമുക്ക് ഇതൊന്ന് പ്രൊസീഡ് ചെയ്യാം. അടുത്ത ആഴ്ച വിട്ടാലോ? എന്തേ? നോക്കാം. എന്തായാലും കല്യാണം കഴിക്കണമല്ലോ. അതെ.
മണ്ടോദരി, വഴിയിലെങ്ങും ഒരു തെണ്ടികളെയും കാണാനില്ല. ഈ തക്കം നോക്കി നമുക്കങ്ങ് പോവാം. വാ. എവിടേക്കെങ്കിലും പുറപ്പെടുമ്പോ എന്തിനാണ് എപ്പോഴും വഴിയിൽ ആരെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കുന്നത്? എന്താ, വിവാഹം കഴിഞ്ഞിട്ട് 3 വർഷമായില്ലേ, കുട്ടികളുണ്ടായില്ലേ എന്നുള്ള ചോദ്യമാണ്. ഇതിനൊക്കെ സമാധാനം പറയണ്ടേ? സത്യം പറഞ്ഞാ ഈ ചോദ്യത്തെ ഭയപ്പെട്ടിട്ടാണ് ഞാനിപ്പോ ക്ഷേത്രത്തിൽ പോലും പോവാത്തത്. മുഹൂർത്തത്തിന് എത്താൻ പറ്റിയാൽ മതിയായിരുന്നു. സത്യൻ സാറേ, ആ, തീർന്നു. നമസ്കാരം. 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 ഞാൻ സാറിനെ കാണാൻ വീട്ടിലോട്ട് വരാതിരിക്കുകയായിരുന്നു. ആ, എന്താ? അല്ല, അവിടെ എന്തോ ജോലി ചെയ്യാൻ. പക്ഷെ നമുക്ക് ഇന്ന് ഒഴിവില്ല. ഇന്ന് മണ്ടോദരിയുടെ അനിയത്തിയുടെ കുട്ടിയുടെ നൂലുകെട്ടാണ്. അല്ല, അനിയത്തിയുടെ കുട്ടിയുടെ നൂലുകെട്ടുമായിട്ട് നടന്നാ മതിയോ? സ്വന്തം കുട്ടിയുടെ നൂലൊക്കെ കെട്ടണ്ടേ? എന്നാ ശരി. അല്ല, അപ്പൊ ഞാൻ ജോലിക്ക് നാളെ വരണോ മറ്റന്നാൾ വരണോ? 2 ദിവസം കഴിഞ്ഞിട്ടാവാം. ശരി. ഞാൻ പറഞ്ഞില്ലേ, നാട്ടുകാരെ തെണ്ടികൾക്ക് ചോദിക്കാൻ ഒരുപാട് ചോദ്യങ്ങളുണ്ടാകുന്നു. സുഗതൻ സാറേ, എന്ത് കുത്തിരിപ്പത്? ഇത് എന്തെങ്കിലും പാറന്റെ മേലേക്ക് ഇരിക്കണ ചമ്മരം മടിയിട്ടിരിക്കേ. ഇങ്ങനെ കാലിങ്ങനെ ഇങ്ങനെ ഇങ്ങോട്ട് താട്ടെ. അയ്യോ, അങ്ങനെ അത് ചെറുപ്പത്തിലെ ഭക്ഷണം കഴിക്കാനൊക്കെ ഇങ്ങനെ ഇരുന്നിരുന്നു. പിന്നെ വീട്ടിലെ ഡൈനിങ് ടേബിൾ മേടിച്ചപ്പോഴേ അതിലിരുന്നിരുന്ന് ശീലമായിട്ട് ഇപ്പൊ കാല് വളയണില്ല. എന്നിട്ട് ഞങ്ങളെ പുരയിലൊന്നും ഡൈനിങ് ടേബിൾ ഇല്ല. എന്നിട്ട് ഞാൻ അങ്ങനെ കുത്തിരിക്കുന്നില്ലേ? നിങ്ങൾ പൊട്ടുമ്പോൾ ഒഴിവാക്കിട്ടോ. അതെ, എനിക്ക് വയറ് കുറച്ച് കൂടുതലാണ്, കൊളസ്ട്രോളും കൂടുതലാണ്. അപ്പൊ ഈ വയറ് കുളയാനുള്ള വല്ല എക്സസൈസ് ഉണ്ടെങ്കിൽ അത് മാത്രം പറഞ്ഞു. അത് മതിയോ? കാലിങ്ങനെ നീട്ടി വെച്ചിരിക്കും. ഇങ്ങനെ നീട്ടി വെക്കും. എന്നിട്ട് ഈ 2 കൈയും കൊണ്ടുപോയിട്ട് ഈ കാലിങ്ങനെ പിടിക്കും. പിടിക്ക്. എന്റെ കാലല്ല പിടിക്കേണ്ടത്, ഞാനാ എന്റെ കാല് പിടിക്കും. നിങ്ങൾ നിങ്ങളെ കാല് പിടിക്ക്. എന്റെ കാല് പിടിക്ക്. നിങ്ങളെ പിടിക്കുന്നോട്ടെ. കണ്ടോ ഇങ്ങനെ. അതെന്താ അറിയോ, ഈ കാലിന്റെ ഇത് ഇങ്ങോട്ട് വളയ്ക്കൊണ്ടാണ് മൊയ്തു സാറിനെ തൊടാൻ പറ്റുന്നത്. ഇങ്ങനെ സ്റ്റഡിയിൽ വെച്ച് കഴിഞ്ഞാൽ പറ്റില്ല. സ്റ്റഡിയിൽ വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. നോക്കിക്കോളി. ഇതാ കണ്ടാ, സ്റ്റഡിയിൽ വെച്ചിട്ട് പിടിച്ചില്ലേ? പിടിക്ക്. സ്റ്റഡിയിൽ പറ്റുന്നുണ്ടല്ലേ? അതാ കണ്ടാ. എന്നാ കാണിച്ചു തരാം. അങ്ങനെയല്ല, അതങ്ങനെ. അതെന്താ അറിയോ, മൊയ്തു സാറിന്റെ കയ്യിന് നീളം കൂടുതലാണ്, എനിക്ക് കൈ നീളം കുറവ്, അതുകൊണ്ടാണ് അത് എത്താത്തത്. മൊയ്തു സാറേ, നിങ്ങൾ പൊട്ടും പൊളി ഒഴിവാക്കിട്ടോ. പഠിച്ചവൻ എല്ലാവരും കൈക്ക് ഒരേ നീളം തന്നുള്ളൂ. എൻ്റെ കൈക്ക് കുറച്ച് നീളം കൂടുതൽ, നിങ്ങളുടെ കൈക്ക് കുറച്ച് നീളം കുറവ്. നിങ്ങൾ പറ്റൂലെങ്കിൽ അത് പറഞ്ഞോളി. ഒന്ന് പിടിച്ചു നോക്കി. ഇങ്ങനെ പിടിക്കേ, പിടിക്കേ, പിടിക്ക്, പിടിക്കേ, പിടിക്കേ. പിടിച്ചു, പിടിച്ചു. എവിടെ പിടിച്ച്? ഞാൻ കാണുന്നില്ലല്ലോ. ഇവിടെ പിടിച്ചു, പിടിച്ചു, രക്ഷയില്ല. അപ്പൊ അത് നടക്കൂല. പരിപാടി പറ്റില്ല.